അധ്യായം 17 സൂറത്തുൽ ഇസ്റാ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 111. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ചുറ്റുഭാഗം നാം അനുഗ്രഹിച്ച മസ്ജിദുൽ അഖ്സ പള്ളിയിലേക്ക് ആദരണീയമായ പള്ളിയിൽ നിന്ന് തന്റെ അടിമയെ നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനായി രാത്രിയുടെ ചുരുക്കം ചില സമയങ്ങളിൽ നിശാപ്രയാണം ചെയ്യിച്ചവനെത്ര പരിശുദ്ധൻ! തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا. മൂസാ നബിക്ക് നാം വേദഗ്രന്ഥം നൽകി അദ്ദേഹത്തെ നാം ഇസ്രായേൽക്കാർക്ക് മാർഗദർശനമാക്കുകയും ചെയ്തു. എന്നെ വിട്ട് ആരെയും നിങ്ങൾ സംരക്ഷകനാക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ذرية من حملنا مع نوح إنه كان عبدا شكورا. നോഹ് നബിയോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരുടെ സന്താനങ്ങളെ അല്ലാഹുവിനെ ആരാധിക്കുക. തീർച്ചയായും അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള അടിമയായിരുന്നു. وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا. ഭൂമുഖത്ത് നിങ്ങൾ 2 തവണ കുഴപ്പമുണ്ടാക്കുമെന്നും വലിയ അഹന്ത കാണിക്കുമെന്നും തൗറാത്ത് മുഖേന നാം ഇസ്രായേൽ സന്തതികളെ അറിയിച്ചു. فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا. അങ്ങനെ രണ്ടിൽ ആദ്യത്തേതിന്റെ ഘട്ടമെത്തിയപ്പോൾ കഠിനമായ ആക്രമണശേഷിയുള്ള നമ്മുടെ അടിമകളെ നിങ്ങളുടെ നേർക്ക് നാം നിയോഗിച്ചു. അപ്പോഴവർ നിങ്ങളുടെ വീടുകൾക്കിടയിൽ നിങ്ങളെ തിരഞ്ഞു നടന്നു. ഇത് നടപ്പിൽ വരുത്തപ്പെട്ട തീരുമാനം തന്നെയാകുന്നു. ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا. പിന്നെ അവർക്കെതിരെ തിരിച്ചുവരാൻ നാം നിങ്ങൾക്ക് അവസരം മടക്കിത്തന്നു. സമ്പത്തുകൾ കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും നാം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ ജനസംഖ്യ വളരെ കൂടുതലുള്ളവരാക്കുകയും ചെയ്തു. إن أحسنتم أحسنتم لأنفسكم وإن أسأتم فلها فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا. നിങ്ങൾക്ക് നാം നിർദ്ദേശം നൽകി, നിങ്ങൾ നന്മ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ തിന്മ ചെയ്താൽ അതും നിങ്ങൾക്കു തന്നെ. അങ്ങനെ അവസാനത്തെ കുഴപ്പത്തിന്റെ ഘട്ടം വന്നപ്പോൾ അവർ നിങ്ങളുടെ മുഖങ്ങൾ ചീത്തയാക്കാനും ആദ്യ തവണ പള്ളിയിൽ കൂടുന്നത് പോലെ 2ാം തവണയും പള്ളിയിൽ കടക്കാനും അങ്ങനെ അവർ പിടിച്ചടക്കിയതെല്ലാം അവർ തകർക്കാനും വേണ്ടി നമ്മുടെ ചില ദാസന്മാരെ നിങ്ങൾക്കെതിരെ നാം നിയോഗിച്ചു. عسى ربكم أن يرحمكم وإن عدتم عدنا وجعلنا جهنم للكافرين حصيرا. എന്നിട്ട് നാം പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിച്ചേക്കാം. നിങ്ങൾ കുഴപ്പത്തിലേക്ക് മടങ്ങിയാൽ നാമും മടങ്ങും. നരകത്തെ നാം അവിശ്വാസികൾക്ക് തടവറയാക്കിയിരിക്കുന്നു. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി കാണിച്ചു തരികയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ടെന്ന സന്തോഷ വാർത്തയവരെ അറിയിക്കുകയും ചെയ്യുന്നു.
وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. തീർച്ചയായും പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേദനാജനകമായ ശിക്ഷ നാം ഒരുക്കി വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തിന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏറ്റവും ധൃതി കാണിക്കുന്നവനായിരിക്കുന്നു. وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا. രാവിനെയും പകലിനെയും നാം രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. അങ്ങനെ രാത്രിയാകുന്ന ദൃഷ്ടാന്തത്തെ നാം മായ്ച്ചു കളയുകയും പകലാകുന്ന ദൃഷ്ടാന്തത്തെ പ്രകാശമുള്ളതാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടിയും കൊല്ലങ്ങളുടെ എണ്ണവും മറ്റ് കണക്കുകളും നിങ്ങൾക്കറിയാൻ വേണ്ടിയും എല്ലാ കാര്യങ്ങളെയും നാം നല്ലവണ്ണം വിശദമാക്കുകയും ചെയ്തിരിക്കുന്നു. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. ഓരോ മനുഷ്യന്റെയും പിരടിയിൽ അവന്റെ കർമ്മങ്ങളെ നാം ബന്ധിച്ചിരിക്കുന്നു. അന്ത്യനാളിൽ ഒരു ഗ്രന്ഥം നാം അവന് പുറത്തെടുത്തു കൊടുക്കും. അത് തുറന്നു വെക്കപ്പെട്ടതായി അവൻ കാണും. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. നിന്റെ ഗ്രന്ഥം നീ വായിക്കുക, നിനക്കെതിരെ കണക്ക് ബോധിപ്പിക്കുവാൻ ഇന്ന് നീ തന്നെ മതി എന്ന് അവരോട് പറയപ്പെടും. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. വല്ലവരും സന്മാർഗം പ്രാപിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെ. ആരെങ്കിലും വഴിതെറ്റിയാൽ അതിന്റെ തിന്മയും അവന് തന്നെ. പാപം ചുമക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപം ചുമക്കുകയില്ല. ഒരു ദൂതനെ അയക്കുന്നതുവരെ ഒരു ജനതയെയും നാം ശിക്ഷിക്കുകയില്ല. وَإِذَا أَرَدْنَا أَن نُّهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. ഒരു നാട് നശിപ്പിക്കാൻ നാം ഉദ്ദേശിച്ചാൽ അവിടുത്തെ സുഖലോലുപരോട് നേരായ മാർഗത്തിൽ ജീവിക്കാൻ നാം കൽപ്പിക്കും. എന്നിട്ട് അവരവിടെ ധിക്കാരികളായിത്തീരും. അപ്പോൾ അതിന്മേൽ നമ്മുടെ വാക്ക് സ്ഥിരപ്പെടും. അങ്ങനെ നാം അതിനെ സമൂലം നശിപ്പിച്ചു കളയും. وَكَمْ أَهْلَكْنَا مِنَ الْقُرُونِ مِنْ بَعْدِ نُوحٍ وَكَفَى بِرَبِّكَ بِذُنُوبِ عِبَادِهِ خَبِيرًا بَصِيرًا. നൂഹ് നബിക്ക് ശേഷം എത്ര തലമുറകളെ മേൽ പറഞ്ഞ വിധം നാം നശിപ്പിച്ചു. തന്റെ അടിമകളുടെ പാപങ്ങൾ സൂക്ഷ്മമായി അറിയുകയും കാണുകയും ചെയ്യുന്നവനായി നിന്റെ റബ്ബ് തന്നെ മതി. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ആരെങ്കിലും ഐഹിക സുഖം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് അതായത് നാം ഉദ്ദേശിക്കുന്നവന് നാം ഉദ്ദേശിച്ചതിനെ ശീഘ്രഗതിയിൽ ഇവിടെ വെച്ച് നാം കൊടുക്കും. പിന്നെ നരകത്തെ അവന് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവഹേളിതനും അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനുമായ നിലയ്ക്ക് അവനതിൽ പ്രവേശിക്കും. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകത്തെ ആഗ്രഹിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് പരലോകത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ അത്തരക്കാരുടെ ശ്രമം നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ
مِنْ عَطَاءِ رَبِّكَ وَمَا كَانَ عَطَاءُ رَبِّكَ مَحْظُورًا. നിന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് ഇവരെയും അവരെയും എല്ലാവരെയും ഇഹലോകത്ത് നാം സഹായിക്കും. നിന്റെ റബ്ബിന്റെ ഔദാര്യം തടയപ്പെടുന്നതല്ല. انظُرْ كَيْفَ فَضَّلْنَا بَعْضَهُمْ عَلَى بَعْضٍ وَلَلْآخِرَةُ أَكْبَرُ دَرَجَاتٍ وَأَكْبَرُ تَفْضِيلًا. നോക്കൂ, അവരിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയതെങ്ങനെ. പരലോക ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പദവിയുള്ളതും ഏറ്റവും വമ്പിച്ച മഹത്വമുള്ളതും. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. അള്ളാഹുവോടൊപ്പം മറ്റൊരു ആരാധ്യനെയും നീ സ്ഥാപിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അവഹേളിക്കപ്പെട്ടവരും നിസ്സഹായനുമായിരിക്കേണ്ടി വരും. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ ولا تنهرهما وقل لهما قولا كريما. അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണമെന്നും നിന്റെ റബ്ബ് കൽപ്പിച്ചു. അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ നിന്റെ അടുത്ത് വെച്ച് വാർദ്ധക്യം ബാധിച്ചവരായാൽ അവരോട് നീ ഛേ എന്ന് പോലും പറയരുത്. അവരോട് കയർക്കുകയുമരുത്. നീ അവരോട് മാന്യമായ വാക്കുകൾ പറയുക. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. കാരുണ്യത്താൽ വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കുക. എന്റെ റബ്ബേ, എന്നെ ചെറുപ്പത്തിലവർ രക്ഷിച്ചു വളർത്തിയതുപോലെ അവരോടും നീ കരുണ ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. നിങ്ങളുടെ മനസ്സിലുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ റബ്ബ് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. നിങ്ങൾ നല്ലവരായാൽ തീർച്ചയായും അല്ലാഹു അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്കേറെ പുറത്തു കൊടുക്കുന്നവനായിരിക്കും. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. അടുത്ത കുടുംബങ്ങൾക്കും അഗതികൾക്കും യാത്രക്കാർക്കും അവരുടേതായ അവകാശം കൊടുക്കുക. ഒരിക്കലും ദുർവ്യയം ചെയ്യരുത്. إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. ദുർവ്യയം ചെയ്യുന്നവർ തീർച്ചയായും പിശാചിന്റെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തന്റെ റബ്ബിനോട് നന്ദിയില്ലാത്തവനായി തീരുകയും ചെയ്തിരിക്കുന്നു. وَإِمَّا تُعْرِضَنَّ عَنْهُمُ ابْتِغَاءَ رَحْمَةٍ مِّن رَّبِّكَ تَرْجُوهَا فَقُل لَّهُمْ قَوْلًا مَّيْسُورًا. നിന്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുമെന്ന ആശയോടെ അതന്വേഷിച്ചുകൊണ്ട് അവരിൽ നിന്നു നീ പിന്തിരിയുമ്പോൾ അവരോട് സൗമ്യമായ വാക്കുകൾ പറയുക. ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا. നീ നിന്റെ കൈ കഴുത്തിലേക്ക് കെട്ടപ്പെട്ടതാക്കരുത്. നീ അറുപിശുക്കനാകരുത്. നീ അത് കൈ പാടെ നിവർത്തിവെക്കുകയും ചെയ്യരുത്. ധനം ദുർവ്യയം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നീ ആക്ഷേപിക്കപ്പെട്ടവനും ഖേദിച്ചവനുമായിരിക്കേണ്ടി വരും. إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا. തീർച്ചയായും നിന്റെ റബ്ബ് അവൻ ഇച്ഛിക്കുന്നവർക്ക് ആഹാരം സമൃദ്ധമായി നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്കത് ഞെരുക്കമാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവന്റെ അടിമകളെ സംബന്ധിച്ചവൻ സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു. ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا.
ദാരിദ്ര്യഭയത്താൽ നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ വധിക്കരുത്. അവർക്കും നിങ്ങൾക്കും ആഹാരം തരുന്നത് നാമാണ്. അവരെ കൊല്ലുന്നത് തീർച്ചയായും മഹാപാപമാകുന്നു. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത്. തീർച്ചയായും അത് നീചകൃത്യം തന്നെയാണ്, വളരെ ചീത്തയായ വഴിയുമാണത്. ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا. വധം അല്ലാഹു വിലക്കിയ വ്യക്തിയെ അവകാശം കൂടാതെ നിങ്ങൾ വധിക്കരുത്. അക്രമമായി ഒരാൾ വധിക്കപ്പെട്ടാൽ അയാളുടെ അനന്തരാവകാശിക്ക് നാം ചില അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അയാളും കൊലയിൽ അതിരുകവിയരുത്. തീർച്ചയായും അയാൾ സഹായത്തിന് അർഹനായിരിക്കുന്നു. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا بالعهد إن العهد كان مسؤولا. അനാഥക്കുട്ടി പ്രായപൂർത്തിയാകുന്നതുവരെ അവന്റെ ധനത്തെ ഏറ്റവും നല്ല നിലക്കല്ലാതെ നിങ്ങൾ സമീപിക്കരുത്. കരാറുകൾ നിങ്ങൾ നിറവേറ്റുക. ഉടമ്പടികളെക്കുറിച്ച് പരലോകത്ത് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. وأوفوا الكيل إذا كلتم وزنوا بالقسطاس المستقيم ذلك خير وأحسن تأويلا. അളക്കുമ്പോൾ അളക്കൽ നിങ്ങൾ പൂർത്തിയാക്കുക. ശരിയായ ത്രാസുകൊണ്ട് തൂക്കുകയും ചെയ്യുക. അതാണ് നല്ലത്. ഏറ്റവും നല്ല പരിണിതഫലം ഉണ്ടാക്കിത്തരുന്നതും അതുതന്നെ. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. നിനക്കറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ കാത്, കണ്ണ്, ഹൃദയം ഇവയെപ്പറ്റി തീർച്ചയായും ചോദിക്കപ്പെടുന്നതാണ്. ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا. ഭൂമിയിൽ പൊങ്ങച്ചം കാട്ടിക്കൊണ്ട് നടക്കരുത്. ഭൂമിയെ പിളർക്കാനോ പർവ്വതങ്ങളോളം നീളം വെക്കാനോ നിനക്ക് സാധിക്കുകയില്ല തന്നെ. كل ذلك كان سيئه عند ربك مكروها. മേൽപ്പറഞ്ഞവയെല്ലാം തന്നെ അവയുടെ ദുഷ്ഫലം നിന്റെ റബ്ബിൽ വെറുക്കപ്പെട്ടതായിരിക്കുന്നു. ذلك مما أوحى إليك ربك من الحكمة ولا تجعل مع الله إلها آخر فتلقى في جهنم ملوما مدحورا. നബിയേ, ഇത് താങ്കളുടെ റബ്ബ് താങ്കൾക്ക് സന്ദേശം നൽകിയ വിജ്ഞാനത്തിൽപ്പെട്ടതാകുന്നു. അല്ലാഹുവോടൊപ്പം താങ്കൾ മറ്റൊരു ആരാധ്യനെയും സ്ഥാപിക്കരുത്. അത് ചെയ്താൽ ഇകഴ്ത്തപ്പെട്ടവനും അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവനുമായ സ്ഥിതിയിൽ താങ്കൾ നരകത്തിലേക്ക് എറിയപ്പെടും. أفأصفاكم ربكم بالبنين واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما. എന്നാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പുത്രന്മാരെ തെരഞ്ഞെടുക്കുകയും മലക്കുകളെ തന്റെ പുത്രിമാരാക്കി വെക്കുകയും ചെയ്തുവെന്നാണോ നിങ്ങൾ പറയുന്നത്? വളരെ ഗൗരവമേറിയ ഒരു വാക്കാണ് നിങ്ങൾ പറയുന്നത്. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِيَذَّكَّرُوا وَمَا يَزِيدُهُمْ إِلَّا نُفُورًا. അവർ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നാം ഈ ഖുർആൻ സത്യത്തെ വിശദീകരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. എന്നാൽ വിരണ്ടോട്ടത്തെയല്ലാതെ അതവർക്ക് വർദ്ധിപ്പിക്കുന്നില്ല. قُلْ لَوْ كَانَ مَعَهُ آلِهَةٌ كَمَا يَقُولُونَ إِذًا لَّابْتَغَوْا إِلَى ذِي الْعَرْشِ سَبِيلًا. നബിയെ പറയുക, അവർ പറയുന്നത് പോലെ അല്ലാഹുവോടൊപ്പം വേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇലാഹുകൾ അർശിന്റെ റബ്ബിലേക്ക് അവനോട് പോരാടാൻ മാർഗമന്വേഷിക്കുമായിരുന്നു. സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. അവൻ എത്ര പരിശുദ്ധൻ! അവരുടെ ഇത്തരം ആരോപണങ്ങളിൽ നിന്നെല്ലാം അവൻ എത്രയോ അധികം ഉയർന്നു നിൽക്കുന്നു. تسبح له السماوات السبع والأرض ومن فيهن
وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِن لَّا تَفْقَهُونَ تَسْبِيحَهُمْ إِنَّهُ كَانَ حَلِيمًا غَفُورًا. 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്നു. അവനെ സ്തുതിക്കുകയും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യാത്തൊരു വസ്തുവുമില്ല. പക്ഷേ അവയുടെ സ്തോത്രം, പരിശുദ്ധിയെ വാഴ്ത്തൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അവൻ വളരെ ക്ഷമിക്കുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാകുന്നു. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്കും പരലോക വിശ്വാസമില്ലാത്തവർക്കുമിടയിൽ അദൃശ്യമായ ഒരു മറ നാം സൃഷ്ടിക്കുന്നതാണ്. وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَن يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِذَا ذَكَرْتَ رَبَّكَ فِي الْقُرْآنِ وَحْدَهُ وَلَّوْا عَلَى أَدْبَارِهِمْ نُفُورًا. ഖുർആൻ ഗ്രഹിക്കാതിരിക്കാൻ അവരുടെ ഹൃദയങ്ങളിൽ ചില മൂടികൾ നാം ഇട്ടു. അവരുടെ കാതുകളിൽ അടപ്പും. ഖുർആനിൽ നിങ്ങൾ നിങ്ങളുടെ ഏകനായ റബ്ബിനെ പറഞ്ഞാൽ അവർ വെറുപ്പോടെ പിന്തിരിഞ്ഞോടുന്നു. نحن أعلم بما يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا. നബിയെ, താങ്കളുടെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നതിനെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. അവർ സ്വകാര്യം പറയുമ്പോഴും, അതായത് മരണം ബാധിച്ചൊരു മനുഷ്യനെയല്ലാതെ നിങ്ങൾ പിന്തുടരുന്നില്ല എന്ന് ആ അക്രമികൾ പറയുമ്പോഴും അതിനെ സംബന്ധിച്ച് നാം നല്ലതുപോലെ അറിയുന്നുണ്ട്. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. അവർ താങ്കളെപ്പറ്റി ഉപമകൾ പറയുന്നതും അങ്ങനെ വഴിതെറ്റുന്നതും എങ്ങനെയൊക്കെയാണെന്ന് നോക്കൂ. അതിനാൽ നേർമാർഗം പ്രാപിക്കാൻ അവർക്ക് കഴിയുന്നില്ല. وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا. അവർ ചോദിക്കുന്നു, ഞങ്ങൾ എല്ലുകളും മണ്ണുകളുമായി തീർന്നതിനു ശേഷം ഒരു പുതിയ സൃഷ്ടിയായി പുനർജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമോ? قل كونوا حجارة أو حديدا أو خلقا مما يكبر في صدوركم فسيقولون من يعيدنا قل الذي فطركم أول مرة فسينغضون إليك رؤوسهم ويقولون متاه قل عسى أن يكون قريبا. താങ്കൾ മറുപടി പറയുക, നിങ്ങൾ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വലുതായി കാണുന്ന ഏതെങ്കിലും സൃഷ്ടിയായിക്കൊള്ളുക. ഏതായാലും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങളെ രണ്ടാമത് ആരാണ് സൃഷ്ടിക്കുക? പറയുക, ആദ്യ തവണ നിങ്ങളെ പടച്ചവൻ തന്നെ. അപ്പോൾ അവർ താങ്കൾക്ക് നേരെ തങ്ങളുടെ ശിരസ്സുകൾ ചലിപ്പിച്ചുകൊണ്ട് ചോദിക്കും, എപ്പോഴാണത്? പറയുക, അതടുത്തു തന്നെ സംഭവിച്ചേക്കാം. يوم يدعوكم فتستجيبون بحمده وتظنون إن لبثتم إلا قليلا. അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസമാണതുണ്ടാകുക. അപ്പോൾ അവനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളവൻ ഉത്തരം നൽകും, അല്പസമയം മാത്രമേ ഇഹലോകത്ത് താമസിച്ചിട്ടുള്ളൂവെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യും. وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا. നബിയെ, എന്റെ അടിമകളോട് പറയുക, അവർ ഏറ്റവും നല്ല വാക്കുകൾ പറയട്ടെ. തീർച്ചയായും പിശാച് മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കും. പിശാച് തീർച്ചയായും മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവായിരിക്കുന്നു. ربكم أعلم بكم إن يشأ يرحمكم أو إن يشأ يعذبكم وما أرسلناك عليهم وكيلا. നിങ്ങളുടെ റബ്ബ് നിങ്ങളെപ്പറ്റി നല്ലതുപോലെ അറിയുന്നവനാണ്. അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് കരുണ ചെയ്യും, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. അവരുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെട്ടവനായി
നബിയെ, താങ്കളെ നാം അയച്ചിട്ടില്ല. وَرَبُّكَ أَعْلَمُ بِمَنْ فِي السَّمَاوَاتِ وَالْأَرْضِ وَلَقَدْ فَضَّلْنَا بَعْضَ النَّبِيِّينَ عَلَى بَعْضٍ وَآتَيْنَا دَاوُودَ زَبُورًا. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെപ്പറ്റി നിന്റെ റബ്ബ് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. നബിമാരിൽ ചിലർക്ക് ചിലരേക്കാൾ തീർച്ചയായും നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ദാവൂദ് നബിക്ക് നാം സബൂർ എന്ന വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. قُلِ ادْعُوا الَّذِينَ زَعَمْتُم مِّن دُونِهِ فَلَا يَمْلِكُونَ كَشْفَ الضُّرِّ عَنكُمْ وَلَا تَحْوِيلًا. താങ്കൾ പറയുക, ബഹുദൈവ വിശ്വാസികളെ, അള്ളാഹുവിന് പുറമേ നിങ്ങൾ ജൽപ്പിക്കുന്ന ഇലാഹുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളിൽ നിന്ന് കഷ്ടത അകറ്റാനോ അത് മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടാനോ ഉള്ള കഴിവ് അവർ സ്വാധീനമാക്കുന്നില്ല. أُولَئِكَ الَّذِينَ يَدْعُونَ يَبْتَغُونَ إِلَى رَبِّهِمُ الْوَسِيلَةَ أَيُّهُمْ أَقْرَبُ وَيَرْجُونَ رَحْمَتَهُ وَيَخَافُونَ عَذَابَهُ إِنَّ عَذَابَ رَبِّكَ كَانَ مَحْذُورًا. അവർ പ്രാർത്ഥിക്കുന്നവരാകട്ടെ അവരിൽ നിന്ന് അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവർ പോലും തങ്ങളുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗം അന്വേഷിക്കുന്നവരാണ്. അവന്റെ അനുഗ്രഹത്തെ അവർ ആഗ്രഹിക്കുകയും അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. താങ്കളുടെ റബ്ബിന്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടത് തന്നെയാണ്. وَإِن مِّن قَرْيَةٍ إِلَّا نَحْنُ مُهْلِكُوهَا قَبْلَ يَوْمِ الْقِيَامَةِ أَوْ مُعَذِّبُوهَا عَذَابًا شَدِيدًا كَانَ ذَلِكَ فِي الْكِتَابِ مَسْطُورًا. അന്ത്യനാളിന് മുമ്പ് നാം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കടുത്ത ശിക്ഷ നാം നൽകുകയോ ചെയ്യാത്തൊരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല. അത് മൂലഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. وَمَا مَنَعَنَا أَن نُّرْسِلَ بِالْآيَاتِ إِلَّا أَن كَذَّبَ بِهَا الْأَوَّلُونَ وَآتَيْنَا ثَمُودَ النَّاقَةَ مُبْصِرَةً فَظَلَمُوا بِهَا وَمَا نُرْسِلُ بِالْآيَاتِ إِلَّا تَخْوِيفًا. സത്യനിഷേധികൾ ആവശ്യപ്പെടുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് നമുക്ക് തടസ്സമായിട്ടുള്ളത് പൂർവികന്മാർ അവയെ നിഷേധിച്ചത് മാത്രമാണ്. സമൂദ് ജനതയ്ക്ക് സ്പഷ്ടമായൊരു ദൃഷ്ടാന്തമായി കൊണ്ട് നാം ഒരു ഒട്ടകത്തെ അയച്ചു കൊടുത്തു. എന്നാൽ അതിനോടവർ അക്രമം പ്രവർത്തിച്ചു. ഭയപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനുമല്ല നാം ചില ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്. وَإِذْ قُلْنَا لَكَ إِنَّ رَبَّكَ أَحَاطَ بِالنَّاسِ وَمَا جَعَلْنَا الرُّؤْيَا الَّتِي أَرَيْنَاكَ إِلَّا فِتْنَةً لِلنَّاسِ وَالشَّجَرَةَ الْمَلْعُونَةَ فِي الْقُرْآنِ وَنُخَوِّفُهُمْ فَمَا يَزِيدُهُمْ إِلَّا طُغْيَانًا كَبِيرًا. തീർച്ചയായും താങ്കളുടെ റബ്ബ് മനുഷ്യരെ വലയം ചെയ്തിട്ടുണ്ടെന്ന് താങ്കളോട് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ചയെ മനുഷ്യർക്കൊരു പരീക്ഷണമാക്കുക തന്നെയാണ് നാം ചെയ്തത്. ഖുർആനിൽ ശപിക്കപ്പെട്ട വൃക്ഷത്തെയും പരീക്ഷണം ആക്കുകയാണ് നാം ചെയ്തത്. നാം അവരെ ഭയപ്പെടുത്തുന്നു, എന്നാൽ അത് അവർക്ക് വമ്പിച്ച അതിക്രമത്തെ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ قَالَ أَأَسْجُدُ لِمَنْ خَلَقْتَ طِينًا. ആദമിന് നിങ്ങൾ സുജൂദ് സാഷ്ടാംഗം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അപ്പോൾ അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ പറഞ്ഞു, നീ കളിമണ്ണുകൊണ്ട് സൃഷ്ടിച്ച വ്യക്തിക്ക് ഞാൻ സാഷ്ടാംഗം ചെയ്യുകയോ? قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا. അവൻ ഇബ്ലീസ് പറഞ്ഞു, എന്നോട് നീ പറയണം, ഇവനെ നീ എന്നെക്കാൾ ബഹുമാനിച്ചുവല്ലോ. അതിന് കാരണമെന്ത്? അന്ത്യനാൾ വരെ എന്നെ നീ ജീവിപ്പിക്കുകയാണെങ്കിൽ അവന്റെ സന്താന പരമ്പരയിൽ ചുരുക്കം ചിലരൊഴികെ മറ്റെല്ലാവരെയും തീർച്ചയായും ഞാൻ നശിപ്പിക്കും. قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا.
അല്ലാഹു പറഞ്ഞു, നീ പോകണം. അവരിൽ ആരെങ്കിലും നിന്നെ പിൻപറ്റിയാൽ തീർച്ചയായും നരകമാണ് നിങ്ങൾക്ക് പരിപൂർണ പ്രതിഫലമായി ലഭിക്കുക. واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. നിന്റേതായ ശബ്ദം കൊണ്ടവരിൽ നിന്ന് നിനക്ക് കഴിയുന്നവരെ നീ ഇളക്കി വിട്ടുകൊള്ളുക. നിന്റെ കുതിരപ്പടയാളികളെയും കാലാൾ സൈന്യത്തെയും നീ വിളിച്ചുകൂട്ടിക്കൊള്ളുക. ധനത്തിലും സന്താനങ്ങളിലും നീ അവരോട് പങ്കുകൂടിക്കൊള്ളുക. അവർക്ക് നീ വാഗ്ദാനം നൽകുകയും ചെയ്യുക. വഞ്ചനയല്ലാതെ പിശാച് അവരോട് വാഗ്ദാനം ചെയ്യുകയില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. നീ എന്തൊക്കെ ചെയ്താലും എന്റെ യഥാർത്ഥ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല തന്നെ. സംരക്ഷകനായി നിന്റെ റബ്ബ് തന്നെ മതി. റബ്ബുകുമുല്ലദീ യുസ്ജീ ലകുമുൽ ഫുൽക ഫിൽ ബഹ്രി ലിതബ്തഗൂ മിൻ ഫദ്ലിഹി ഇന്നഹു കാന ബികും റഹീമാ. നിങ്ങൾക്ക് വേണ്ടി കടലിൽ കപ്പൽ നടത്തുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അവന്റെ അനുഗ്രഹത്തിൽ നിന്നും വ്യാപാരവും മറ്റും മുഖേന നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി നിങ്ങളോടേറെ കരുണയുള്ളവൻ തന്നെയാണവൻ. وَإِذَا مَسَّكُمُ الضُّرُّ فِي الْبَحْرِ ضَلَّ مَن تَدْعُونَ إِلَّا إِيَّاهُ فَلَمَّا نَجَّاكُمْ إِلَى الْبَرِّ أَعْرَضْتُمْ وَكَانَ الْإِنسَانُ كَفُورًا. കടലിൽ വെച്ച് എന്തെങ്കിലും ആപത്ത് നിങ്ങൾക്ക് സംഭവിച്ചാൽ അല്ലാഹു ഒഴിച്ച് നിങ്ങൾ ആരാധിച്ചിരുന്ന ഇലാഹുകളെല്ലാം അപ്രത്യക്ഷരാകുന്നതാണ്. അപ്പോൾ നിങ്ങളെ രക്ഷിച്ചു കരയിലെത്തിച്ചാൽ നിങ്ങളതാ പിന്മാറിപ്പോയി കളയുന്നു. മനുഷ്യൻ തീരെ നന്ദിയില്ലാത്തവരായിരിക്കുന്നു. أَفَأَمِنْتُمْ أَنْ يَخْسِفَ بِكُمْ جَانِبَ الْبَرِّ أَوْ يُرْسِلَ عَلَيْكُمْ حَاصِبًا ثُمَّ لَا تَجِدُوا لَكُمْ وَكِيلًا. എന്നാൽ കരയുടെ ഒരു ഭാഗത്ത് വെച്ച് അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തുകയോ അല്ലെങ്കിൽ കല്ലെറിയുന്ന കൊടുങ്കാറ്റിനെ അവൻ നിങ്ങൾക്ക് നേരെ അയക്കുകയോ ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരായിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്കൊരു സഹായിയെയും ലഭിക്കാത്ത അവസ്ഥ വരുന്നതിനെപ്പറ്റിയും. أَمْ أَمِنْتُمْ أَنْ يُعِيدَكُمْ فِيهِ تَارَةً أُخْرَى فَيُرْسِلَ عَلَيْكُمْ قَاصِفًا مِنَ الرِّيحِ فَيُغْرِقَكُمْ بِمَا كَفَرْتُمْ ثُمَّ لَا تَجِدُوا لَكُمْ عَلَيْنَا بِهِ تَبِيعًا. അതല്ലെങ്കിൽ അവൻ നിങ്ങളെ മറ്റൊരിക്കൽ സമുദ്രത്തിലേക്ക് തന്നെ മടക്കിയെത്തിക്കുകയും അങ്ങനെ അതിശക്തമായ കൊടുങ്കാറ്റിനെ അവൻ നിങ്ങൾക്ക് നേരെ അഴിച്ചുവിടുകയും അപ്പോൾ നിങ്ങൾ നന്ദികേട് കാണിച്ചതിന്റെ ഫലമായി നിങ്ങളെ അവൻ മുക്കിക്കൊല്ലുകയും പിന്നീട് നിങ്ങൾക്ക് വേണ്ടി നമ്മോട് പ്രതികാരം ചെയ്യുന്ന ആരെയും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരാകുന്നുണ്ടോ? وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُم مِّنَ الطَّيِّبَاتِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا. തീർച്ചയായും മനുഷ്യമക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. കരയിലും കടലിലും നാം അവരെ വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. നല്ല സാധനങ്ങളിൽ നിന്ന് നാം അവർക്ക് ഭക്ഷണം കൊടുക്കുകയും നാം സൃഷ്ടിച്ച മിക്ക സൃഷ്ടികളെക്കാളും അവരെ നാം കൂടുതൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്തിരിക്കുന്നു. يَوْمَ نَدْعُو كُلَّ أُنَاسٍ بِإِمَامِهِمْ فَمَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَأُولَئِكَ يَقْرَؤُونَ كِتَابَهُمْ وَلَا يُظْلَمُونَ فَتِيلًا. എല്ലാ മനുഷ്യരെയും അവരുടെ നേതാവിനോട് ബന്ധപ്പെടുത്തി നാം വിളിക്കുന്ന ദിവസം ഓർക്കുക. വലതുകൈയിൽ നന്മതിന്മകൾ എഴുതപ്പെട്ട ഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങളുടെ റെക്കോർഡ് വായിച്ചു നോക്കും. കാരക്കക്കുരുവിന്റെ തൊലിയോളം പോലും അവരെ ദ്രോഹിക്കപ്പെടുകയില്ല. وَمَنْ كَانَ فِي هَذِهِ أَعْمَى فَهُوَ فِي الْآخِرَةِ أَعْمَى وَأَضَلُّ سَبِيلًا. ഇഹലോകത്ത് അന്ധനായവൻ പരലോകത്തും അന്ധനും ഏറ്റവും വഴിപിഴച്ചവനുമായിരിക്കും. وَإِنْ كَادُوا لَيَفْتِنُونَكَ عَنِ الَّذِي أَوْحَيْنَا إِلَيْكَ لِتَفْتَرِيَ عَلَيْنَا غَيْرَهُ وَإِذًا لَاتَّخَذُوكَ خَلِيلًا.
നബിയെ, ഖുർആൻ അല്ലാത്തതിനെ താങ്കൾ നമ്മുടെ പേരിൽ കെട്ടിച്ചമക്കാൻ വേണ്ടി നാം താങ്കൾക്ക് നൽകിയ ദിവ്യബോധനങ്ങളിൽ നിന്ന് സത്യനിഷേധികൾ താങ്കളെ തെറ്റിക്കുമാറായിരിക്കുന്നു. താങ്കൾ അങ്ങനെ ചെയ്താൽ താങ്കളെ അവർ മിത്രമായി സ്വീകരിക്കുകയും ചെയ്യും. ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا. താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിരുന്നില്ലെങ്കിൽ താങ്കൾ അവരിലേക്ക് അല്പമൊന്ന് ചായുമായിരുന്നു. إذا لأذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا. അങ്ങനെ താങ്കൾ ചാഞ്ഞാൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇരട്ടി ശിക്ഷ താങ്കളെ നാം ആസ്വദിപ്പിക്കുമായിരുന്നു. പിന്നെ നമുക്കെതിരിൽ ഒരു സഹായിയായി ഒരാളെയും താങ്കൾ കണ്ടെത്തുകയുമില്ല. وَإِن كَادُوا لَيَسْتَفِزُّونَكَ مِنَ الْأَرْضِ لِيُخْرِجُوكَ مِنْهَا وَإِذًا لَّا يَلْبَثُونَ خِلَافَكَ إِلَّا قَلِيلًا. ഈ ഭൂമിയിൽ നിന്ന് താങ്കളെ പുറന്തള്ളേണ്ടതിനു വേണ്ടി താങ്കളെ അവർ വിഷമിപ്പിക്കുമാറായിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ താങ്കളുടെ പുറകെ അല്പകാലം മാത്രമേ അവർ പാർക്കുകയുള്ളൂ. سُنَّةَ مَن قَدْ أَرْسَلْنَا قَبْلَكَ مِن رُّسُلِنَا وَلَا تَجِدُ لِسُنَّتِنَا تَحْوِيلًا. താങ്കളുടെ മുമ്പ് നാം അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ നാം എടുത്ത നടപടി പോലെ തന്നെയാണിത്. നമ്മുടെ നടപടിച്ചട്ടത്തിന് യാതൊരു മാറ്റവും താങ്കൾ കണ്ടെത്തുകയില്ല. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാവ് ഇരുട്ടുന്നതുവരെയും താങ്കൾ നിസ്കാരം നിലനിർത്തുക, സുബഹി നിസ്കാരവും നിലനിർത്തുക. തീർച്ചയായും സുബഹി നിസ്കാരം മലക്കുകളാൽ ഒരു സമ്മേളനാവസരമാകുന്നു. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രി കുറച്ചു സമയം ഉറക്കമുണർന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക. നബിയെ, താങ്കൾക്ക് അധികമായിട്ടുള്ളതാണിത്. താങ്കളുടെ റബ്ബ് താങ്കളെ സ്തുത്യർഹമായൊരു സ്ഥാനത്ത് എത്തിക്കുവാനിടയുണ്ട്. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. താങ്കൾ പ്രാർത്ഥിക്കുക, എന്റെ റബ്ബേ, സത്യത്തിന്റെ പ്രവേശന സ്ഥാനത്ത് എന്നെ നീ പ്രവേശിപ്പിക്കണമേ. സത്യം പുറപ്പെടുവിക്കപ്പെടുന്ന സ്ഥാനത്ത് നിന്ന് എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. എന്നെ സഹായിക്കുന്ന ശക്തിയെ നിന്റെ പക്കൽ നിന്ന് എനിക്ക് തരികയും ചെയ്യണമേ. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. പറയുക, സത്യം വരികയും അസത്യം മാഞ്ഞു പോകുകയും ചെയ്തു. അസത്യം മാഞ്ഞു പോകുന്നത് തന്നെയാണ്. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. സത്യവിശ്വാസികൾക്ക് രോഗശമനവും കാരുണ്യവുമായ ഖുർആൻ നാം അവതരിപ്പിക്കുന്നു. എന്നാൽ അത് അക്രമികൾക്ക് നഷ്ടത്തെയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. وَإِذَا أَنْعَمْنَا عَلَى الْإِنسَانِ أَعْرَضَ وَنَأَىٰ بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ كَانَ يَئُوسًا. മനുഷ്യന് നാം അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അവൻ പിന്തിരിയുകയും തന്റെ പാട്ടിന് പോകുകയും ചെയ്യുന്നു. തിന്മ സ്പർശിക്കുമ്പോഴേക്കും അവൻ ഏറെ നിരാശനായി തീരുകയും ചെയ്യുന്നു. قُلْ كُلٌّ يَعْمَلُ عَلَى شَاكِلَتِهِ فَرَبُّكُمْ أَعْلَمُ بِمَنْ هُوَ أَهْدَىٰ سَبِيلًا. പറയുക, ഓരോരുത്തരും അവരുടെ മാർഗമനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ ആരാണ് ഏറ്റവും നേരായ മാർഗത്തിലെത്തിയതെന്ന് നിങ്ങളുടെ റബ്ബ് കൂടുതൽ അറിയുന്നവനാണ്. وَيَسْأَلُونَكَ عَنِ الرُّوحِ قُلِ الرُّوحُ مِنْ أَمْرِ رَبِّي وَمَا أُوتِيتُم مِّنَ الْعِلْمِ إِلَّا قَلِيلًا. ആത്മാവിനെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. നബിയെ, പറയുക, ആത്മാവ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അല്പജ്ഞാനം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. وَلَئِن شِئْنَا لَنَذْهَبَنَّ بِالَّذِي أَوْحَيْنَا إِلَيْكَ ثُمَّ لَا تَجِدُ لَكَ بِهِ عَلَيْنَا وَكِيلًا. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് നാം നൽകിയ സന്ദേശം താങ്കളിൽ നിന്ന് നാം എടുത്തു കളയുക തന്നെ ചെയ്യുമായിരുന്നു.
പിന്നെ അത് സംബന്ധമായി നമുക്കെതിരെ വാദിക്കുന്ന ഒരാളെയും താങ്കൾ കണ്ടെത്തുകയുമില്ല. إلا رحمة من ربك إن فضله كان عليك كبيرا. താങ്കളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം നിമിത്തമാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്. താങ്കൾക്ക് അവൻ നൽകിയ അനുഗ്രഹം വളരെ മഹത്തായതാണ്. قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. താങ്കൾ പറയുക, ഈ ഖുർആന് തുല്യമായി മറ്റൊന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും എല്ലാം കൂടി സമ്മേളിക്കുകയും അവർ പരസ്പരം സഹായിക്കുകയും ചെയ്താൽ പോലും ഇതിന് തുല്യമായത് കൊണ്ടുവരാൻ അവർക്ക് കഴിയുകയില്ല. وَلَقَدْ صَرَّفْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ فَأَبَى أَكْثَرُ النَّاسِ إِلَّا كُفُورًا. തീർച്ചയായും നാം ജനങ്ങൾക്ക് വേണ്ടി ഈ ഖുർആനിൽ എല്ലാവിധ ഉപമകളിൽ നിന്നും വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അധികം ആളുകളും സത്യനിഷേധത്തിനു മാത്രമാണ് സന്നദ്ധരായിട്ടുള്ളത്. وَقَالُوا لَن نُّؤْمِنَ لَكَ حَتَّى تَفْجُرَ لَنَا مِنَ الْأَرْضِ يَنبُوعًا. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നീ ഭൂമിയിൽ നിന്നൊരുറവ പൊട്ടിയൊഴുക്കി തരുന്നതുവരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല തന്നെ. أَوْ تَكُونَ لَكَ جَنَّةٌ مِّن نَّخِيلٍ وَعِنَبٍ فَتُفَجِّرَ الْأَنْهَارَ خِلَالَهَا تَفْجِيرًا. അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടാവുകയും അതിനിടയിലൂടെ ധാരാളം ഉറവകൾ പൊട്ടിയൊഴുക്കുകയും വേണം. أَوْ تُسْقِطَ السَّمَاءَ كَمَا زَعَمْتَ عَلَيْنَا كِسَفًا أَوْ تَأْتِيَ بِاللَّهِ وَالْمَلَائِكَةِ قَبِيلًا. അല്ലെങ്കിൽ നീ ജൽപ്പിക്കാറുള്ളതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി തള്ളിയിടുക, അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെയും ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുക. أَوْ يَكُونَ لَكَ بَيْتٌ مِّن زُخْرُفٍ أَوْ تَرْقَىٰ فِي السَّمَاءِ وَلَن نُّؤْمِنَ لِرُقِيِّكَ حَتَّىٰ تُنَزِّلَ عَلَيْنَا كِتَابًا نَّقْرَؤُهُ قُلْ سُبْحَانَ رَبِّي هَلْ كُنتُ إِلَّا بَشَرًا رَّسُولًا. അല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ വീട് നിനക്കുണ്ടാവുകയോ അതുമല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറുകയോ വേണം. എന്നാൽ ഞങ്ങൾ വായിക്കാവുന്നൊരു പുസ്തകം നീ ആകാശത്തുനിന്ന് ഞങ്ങൾക്കിറക്കിക്കൊണ്ട് വരുവോളം നീ ആകാശത്ത് കയറിയത് ഞങ്ങൾ വിശ്വസിക്കുകയില്ല തന്നെ. നബിയെ പറയുക, എന്റെ റബ്ബ് എത്ര പരിശുദ്ധൻ, ഞാൻ റസൂലായൊരു മനുഷ്യൻ മാത്രമല്ലയോ. وَمَا مَنَعَ النَّاسَ أَن يُؤْمِنُوا إِذْ جَاءَهُمُ الْهُدَى إِلَّا أَن قَالُوا أَبَعَثَ اللَّهُ بَشَرًا رَّسُولًا. മനുഷ്യർക്ക് നേർവഴി വന്നപ്പോൾ അവർ വിശ്വസിക്കാതിരുന്നത് അല്ലാഹു ഒരു മനുഷ്യൻ റസൂലാക്കി അയക്കുകയോ എന്ന അവരുടെ വാദം മൂലമാണ്. قُل لَّوْ كَانَ فِي الْأَرْضِ مَلَائِكَةٌ يَمْشُونَ مُطْمَئِنِّينَ لَنَزَّلْنَا عَلَيْهِم مِّنَ السَّمَاءِ مَلَكًا رَّسُولًا. പറയുക, ഭൂമിയിൽ മലക്കുകൾ ശാന്തരായി നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് റസൂലായി ആകാശത്ത് നിന്ന് അവരുടെ അടുക്കലേക്ക് നാം മലക്കിനെ അയക്കുമായിരുന്നു. قُلْ كَفَى بِاللَّهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ إِنَّهُ كَانَ بِعِبَادِهِ خَبِيرًا بَصِيرًا. നബിയെ പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു തന്നെ മതി. തീർച്ചയായും അവൻ തന്റെ അടിമകളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുകയും കാണുകയും ചെയ്യുന്നവനാകുന്നു. وَمَن يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَن يُضْلِلْ فَلَن تَجِدَ لَهُمْ أَوْلِيَاءَ مِن دُونِهِ وَنَحْشُرُهُمْ يَوْمَ الْقِيَامَةِ عَلَى وُجُوهِهِمْ عُمْيًا وَبُكْمًا وَصُمًّا مَأْوَاهُمْ جَهَنَّمُ كُلَّمَا خَبَتْ زِدْنَاهُمْ سَعِيرًا.
ആരെയെങ്കിലും അല്ലാഹു നേർവഴിയിലാക്കിയാൽ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. ആരെയെങ്കിലും അല്ലാഹു വഴിതെറ്റിച്ചാൽ അത്തരക്കാർക്ക് അല്ലാഹുവെ കൂടാതെ രക്ഷകന്മാരെയും നീ കണ്ടെത്തുകയില്ല. അന്ത്യനാളിൽ തങ്ങളുടെ മുഖങ്ങൾ നിലത്ത് കുത്തിക്കൊണ്ട് നാം അവരെ ഒരുമിച്ചു കൂട്ടും. അന്ധരും മൂകരും ബധിരരുമായിക്കൊണ്ടും. നരകമാണ് അവരുടെ വാസസ്ഥലം. അതടങ്ങുമ്പോഴെല്ലാം അവർക്ക് ആളിക്കത്തൽ വർദ്ധിപ്പിക്കും. ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിന് അവർക്കുള്ള പ്രതിഫലമാണത്. അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ എല്ലുകളും മണ്ണുമായി തീർന്നാൽ പിന്നെയൊരു പുതിയ സൃഷ്ടിയായി ഞങ്ങൾ പുനർജീവിക്കപ്പെടുന്നവരാണോ എന്ന്. أَوَلَمْ يَرَوْا أَنَّ اللَّهَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ قَادِرٌ عَلَى أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അല്ലാഹുവിന് അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിയുമെന്നവർ ഗ്രഹിച്ചിട്ടില്ലേ? അവൻ അവർക്കൊരവധി നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അക്രമികൾ സത്യനിഷേധത്തിൽ ശഠിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. قُلْ لَوْ أَنْتُمْ تَمْلِكُونَ خَزَائِنَ رَحْمَةِ رَبِّي إِذًا لَأَمْسَكْتُمْ خَشْيَةَ الْإِنْفَاقِ وَكَانَ الْإِنْسَانُ قَتُورًا. പറയുക, എന്റെ റബ്ബിന്റെ അനുഗ്രഹ ഖജനാവുകൾ നിങ്ങളുടെ ഉടമസ്ഥതയിലാണെങ്കിൽ അന്നേരം അത് ചെലവായി പോകുമെന്ന് ഭയന്നു നിങ്ങൾ പിടിച്ചുവെക്കുമായിരുന്നു. മനുഷ്യൻ വളരെ പിശുക്കനാകുന്നു. وَلَقَدْ آتَيْنَا مُوسَى 9 آيَاتٍ بَيِّنَاتٍ فَاسْأَلْ بَنِي إِسْرَائِيلَ إِذْ جَاءَهُمْ فقال له فرعون إني لأظنك يا موسى مسحورا. തീർച്ചയായും മൂസാ നബിക്ക് നാം വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകി. അദ്ദേഹം ഇസ്രായേൽ സന്തതികളിലേക്ക് ചെന്ന സന്ദർഭത്തെപ്പറ്റി താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ അദ്ദേഹത്തോട് ഫിർഔൻ പറഞ്ഞു, അല്ലയോ മൂസ, നീ മരണം ബാധിച്ച ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر وإني لأظنك يا فرعون مثبورا. മൂസാ നബി പറഞ്ഞു, നിന്റെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമായ ഈ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബല്ലാതെ മറ്റാരുമല്ലെന്ന് തീർച്ചയായും നീ അറിഞ്ഞിട്ടുണ്ട്. അല്ലയോ ഫിർഔൻ, നീ നാശത്തിലകപ്പെട്ടവൻ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا. അപ്പോൾ അവരെ അന്നാട്ടിൽ നിന്ന് വിരട്ടിയോടിക്കാൻ ഫിർഔൻ ഉദ്ദേശിച്ചു. എന്നാൽ രാജാവിനെയും കൂടെയുണ്ടായിരുന്ന എല്ലാവരെയും നാം മുക്കി നശിപ്പിക്കുകയാണുണ്ടായത്. وَقُلْنَا مِنْ بَعْدِهِ لِبَنِي إِسْرَائِيلَ اسْكُنُوا الْأَرْضَ فَإِذَا جَاءَ وَعْدُ الْآخِرَةِ جِئْنَا بِكُمْ لَفِيفًا. അയാളുടെ കാലശേഷം ഇസ്രായേൽ സന്തതികളോട് നാം പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ വസിച്ചുകൊള്ളുക. എന്നാൽ പരലോക വാഗ്ദാനം വന്നെത്തിയാൽ നിങ്ങളെയെല്ലാം നാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. وَبِالْحَقِّ أَنزَلْنَاهُ وَبِالْحَقِّ نَزَلَ وَمَا أَرْسَلْنَاكَ إِلَّا مُبَشِّرًا وَنَذِيرًا. സത്യത്തോടുകൂടി തന്നെ നാം ഇത് അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് അവതരിപ്പിച്ചതും സത്യസമേതം തന്നെ, സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടല്ലാതെ നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല. وَقُرْآنًا فَرَقْنَاهُ لِتَقْرَأَهُ عَلَى النَّاسِ عَلَى مُكْثٍ وَنَزَّلْنَاهُ تَنزِيلًا.
സാവധാനം മനുഷ്യർക്ക് താങ്കൾ ഓതിക്കൊടുക്കാൻ വേണ്ടി ഖുർആനെ വേർതിരിക്കുകയും അല്പാൽപമായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ. പറയുക, നിങ്ങളിത് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തു കൊള്ളുക. ഇതിനു മുമ്പ് ജ്ഞാനം നൽകപ്പെട്ടവർ, പൂർവ്വവേദക്കാരായ നിഷ്പക്ഷമതികൾ, ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ മുഖം കുത്തി സാഷ്ടാംഗം ചെയ്യുന്നവരായി നിലത്ത് വീഴുക തന്നെ ചെയ്യും. وَيَقُولُونَ سُبْحَانَ رَبِّنَا إِن كَانَ وَعْدُ رَبِّنَا لَمَفْعُولًا. അവർ പറയുകയും ചെയ്യും, നമ്മുടെ റബ്ബ് എത്ര പരിശുദ്ധൻ, നമ്മുടെ റബ്ബിന്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാകുന്നു. وَيَخِرُّونَ لِلْأَذْقَانِ يَبْكُونَ وَيَزِيدُهُمْ خُشُوعًا. അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുകയും ചെയ്യും, അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. قُلِ ادْعُوا اللَّهَ أَوِ ادْعُوا الرَّحْمَنَ أَيَّمَّا تَدْعُوا فَلَهُ الْأَسْمَاءُ الْحُسْنَى وَلَا تَجْهَرْ بِصَلَاتِكَ وَلَا تُخَافِتْ بِهَا وَابْتَغِ بَيْنَ ذَلِكَ سَبِيلًا. നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏത് വിളിച്ചാലും അവന് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. താങ്കളുടെ നിസ്കാരത്തിൽ താങ്കൾ വളരെ ഉച്ചത്തിൽ ഓതരുത്, തീരെ പതുക്കെയും ഓതരുത്. രണ്ടിനുമിടയ്ക്കുള്ള മധ്യമാർഗം സ്വീകരിക്കുക. وَقُلِ الْحَمْدُ لِلَّهِ الَّذِي لَمْ يَتَّخِذْ وَلَدًا وَلَمْ يَكُنْ لَهُ شَرِيكٌ فِي الْمُلْكِ وَلَمْ يَكُنْ لَهُ وَلِيٌّ مِّنَ الذُّلِّ وَكَبِّرْهُ تَكْبِيرًا. പറയുക, സന്താനോൽപാദനം നടത്താത്തവനും ഭരണത്തിൽ പങ്കാളിയില്ലാത്തവനും ദൗർബല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷിതാവിന്റെ ആവശ്യമില്ലാത്തവനുമായ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അവന്റെ മഹത്വത്തെ താങ്കൾ നല്ലതുപോലെ പ്രകീർത്തിച്ചുകൊള്ളുക.